എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. അപ്പം നമ്മളുടെ ഓണം സീരീസിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ കുറേ ഓണ വിഭവങ്ങൾ കാണിച്ചു കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓണ വിഭവം പാലട പായസമാണ്. അപ്പോൾ പലരും ആ പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര ടെക്നിക്സ് ഉപയോഗിച്ചാലും ആ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഒറിജിനൽ രീതിയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഉണങ്ങലരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ പായസങ്ങൾക്ക് ഉപയോഗിക്കുന്ന അരിയാണ് ഉണങ്ങലരി. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് പത്തിരി പരുവത്തിൽ പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്ത പൊടി 1 കപ്പ്, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് വെള്ളം, കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം. ഇത്രയാണ് നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ അട ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെക്കണം. കാരണം തിളച്ച വെള്ളത്തിലേക്കാണ് അട ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാം. അപ്പോൾ അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനൊരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല കട്ടിയിലാണ് കുഴച്ചെടുക്കുന്നത്. ശരിക്കും നമുക്ക് 2 രീതിയിൽ ചെയ്യാം. കുറച്ച് ലൂസാക്കിയിട്ടും മാവ് കുറച്ച് ലൂസാക്കിയിട്ട് ഒരു ഇഡ്ഡലിയുടെ പരുവത്തിൽ ലൂസാക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ കട്ടിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇല വേണം. ഇല നമ്മൾ വാട്ടിയിട്ടൊന്നുമില്ല, പച്ച ഇലയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇലയുടെ പുറം ഭാഗത്താണ് ചെയ്യുന്നത്, ഉൾഭാഗത്തല്ല, പുറം ഭാഗത്താണ് നമ്മളിത് പരത്താൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ഉരുളകൾ എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് വളരെ നിങ്ങൾക്ക് എത്ര കനം വേണോ അതിനനുസരിച്ചൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പരത്തിയ ശേഷം നമുക്കിത് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്ര വീതിയുള്ള അല്ലെങ്കിൽ എത്ര വലിപ്പമുള്ള അട വേണോ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വാഴയില കീറിപ്പോവരുത്. പതുക്കെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുക്കാനേ പാടുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് വലിയ അടകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കാരണം ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഈ സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് ലൂസായിട്ടുള്ള മാവ് വെച്ചിട്ട് എങ്ങനെയാണ് അട ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മളിവിടെ സെയിം മാവ് ഒന്ന് ലൂസാക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇലയിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇലയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആയിക്കോളും. ഇനി നമുക്കിത് അട ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മളുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇലകൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളക്കിനെ വേണം, തിളച്ചാൽ തന്നെ അട നന്നായിട്ട് കിട്ടുള്ളൂ. അട നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അത് ഇലയിൽ നിന്നും അടർന്ന് വെള്ളത്തിലേക്ക് പോവും. അപ്പോൾ നമുക്ക് ഇല എടുത്ത് മാറ്റാം. അപ്പോൾ ലൂസായ മാവ് കൊണ്ടുണ്ടാക്കിയ അടയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടില്ല. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക തന്നെ വേണം. സാധാരണ സദ്യ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഇതിന് ഒരു നെറ്റ് പോലുള്ള ഒരു കട്ടർ ഉണ്ടാവും. അവർ അതിൽ വെച്ചിട്ട് ഉരച്ചിട്ടാണ് കറക്റ്റ് ഷേപ്പിൽ അട ഉണ്ടാക്കുക. അപ്പോൾ നമ്മളുടെ അടുത്ത് അതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് സാധാ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കോരി നേരെ പച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ് വേണ്ടത്. ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് വെക്കരുത്, വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പിൽ. ഇനി ഇതൊരു 10 പ്രാവശ്യമെങ്കിലും, മിനിമം 10 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കാരണം നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ അംശം തീരെ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 തവണ, മിനിമം 10 തവണയിൽ ഞാനൊരു 10-13 തവണ കഴുകിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അട. എന്നിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. വെള്ളത്തിൽ ഇടാതെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പുളിച്ചു പോകും. അപ്പോൾ നമ്മളുടെ പായസം പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചു. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമ്മളതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. പാല് നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ
സെയിം പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് നന്നായി കഴുകിയ ശേഷമാണ് ഉണ്ടാക്കിയത്. അല്ലാതെ കഴുകാതെ നമ്മൾ അട ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പാല് പിരിഞ്ഞു പോവും. പാല് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ചേർക്കുന്നില്ല, കുറച്ച് ഇപ്പോൾ ചേർത്തിട്ട് ബാക്കി അട ഇടുമ്പോഴാണ് ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇടാം. ഇനി പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം. അതിലത്തെ ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ചെറുതായിട്ടൊരു പിങ്ക് കളർ വരാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മൾ അട ചേർത്ത് കൊടുക്കേണ്ടത്. പാല് നന്നായിട്ട് കുറുകി തുടങ്ങി. ഇനി നമ്മൾ അട ചേർത്ത് കൊടുക്കുകയാണ്. അട നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത അടയാണ്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ വെള്ളത്തിൽ നിന്നും വെള്ളമില്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്നിട്ടാണ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അട ചേർത്ത ശേഷം നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പാല് നമ്മൾ ഓൾറെഡി നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. കാരണം പാല് നന്നായിട്ട് വറ്റി തുടങ്ങും. നമ്മൾ ഉണ്ടാക്കുന്ന 1 ലിറ്റർ ആണെങ്കിൽ അത് പകുതിയായിട്ട് മാറും. അപ്പോഴാണ് അതിൻ്റെ ശരിക്കും കളറും എല്ലാം പെർഫെക്റ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഇപ്പോൾ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കാം. പാലടയാകുമ്പോൾ കുറച്ച് മധുരം ഉള്ളതായിരിക്കും നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ല പാല് വറ്റി വരണം. ഇപ്പോൾ പായസം നന്നായിട്ട് കുറുകി തുടങ്ങി, ചെറുതായിട്ട് കട്ടിയാവാൻ തുടങ്ങി, കളറും അതുപോലെ തന്നെ മാറാൻ തുടങ്ങി. അങ്ങനെ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും സദ്യയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കുറച്ച് 20 മിനിറ്റിലോ 10 മിനിറ്റിലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ടൈം എടുക്കും. ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും എല്ലാം ചെയ്തു വരാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അങ്ങനെ നമ്മളുടെ ഓണം റെസിപ്പീസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്